നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഏത് ചോദ്യം ഇടുന്ന പബ്ലിക്കേഷന് ക്വസ്റ്റ്യൻ ഇടുന്നവരാണെങ്കിലും ഒരു 100% ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. അത് 55 എണ്ണം നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കയറി അതിനകത്ത് നോട്ട്സ് ഫുള്ള് വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. പ്രോബ്ലംസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസവും ഇടുന്ന നിങ്ങൾ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് നോക്കണം. നിങ്ങൾക്ക് വളരെ കുറച്ച് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് സമയം കളയത്തില്ല, 10-12 മണിക്കൂറോ 10 മണിക്കൂറോ ഒന്നും നിങ്ങൾ കളയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് മാർക്ക് പൊളിയായിട്ട് കിട്ടും. അത് നിങ്ങൾ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ചാറവറായി ഇട്ടേക്കുക. അത് നമ്മളത് വായിച്ചു നോക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 15 ക്വസ്റ്റ്യൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മിനിമം ഒരു 25 മുതൽ 30 മാർക്ക് വരെ ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെ ഉള്ള വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. ഉറപ്പിച്ച് മാർക്ക് വരുന്ന വീഡിയോസ് എല്ലാം വരും. അതെല്ലാം കണ്ടുപിടിക്കുക. എങ്ങനെയൊക്കെ രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളതൊക്കെ അടുത്ത വീഡിയോസിലൂടെ വരും. കാരണം നമുക്ക് ഈ 15 ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു തരും, എന്തൊക്കെ കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ആദ്യത്തെ ഇത് 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഈ പറയാൻ പോകുന്നതല്ല, 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ വളരെ പ്രയോജനം ചെയ്യുന്ന 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഈ ഒരു ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും അധ്യാപകർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനകത്തെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. n = sin a + d/2 sin a/2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ വരുന്നതാണ്. അതിനകത്തൊരു ID ഗ്രാഫ് മറക്കാതെ വരച്ചോണം കേട്ടോ. ഞാൻ ഇവിടെ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ID ഗ്രാഫ് നമ്മുടെ നോട്ടിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. ID ഗ്രാഫ് വരച്ചോണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് essay ആണ്. 5 മാർക്കിന് 4 മാർക്കിന് ചോദിക്കാം, പബ്ലിക് മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ. നമുക്കറിയാം ഏത് ചാപ്റ്ററാണ്? ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ ഓർക്കുമല്ലോ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്തെയാണ്. ഗോസ് തിയറം പഠിക്കണം, പ്രൂഫ് പഠിക്കണം. 3 ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? ഇൻഫിനിറ്റീവ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ഉണ്ട്, പിന്നെ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ട്, യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലുണ്ട്. 3 നല്ല കിടുകാഴ്ചയായിട്ട് പഠിക്കണം. പിന്നെ പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ചിലപ്പോൾ ഒരെണ്ണം ചോദിക്കാം, 2 ചോദിക്കാം. സ്നെൽസ് ലോ യൂസിങ് എന്ന് പറയുന്നതാണ് റിഫ്രാക്ഷൻ. അത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, അത് വേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെയാണ്. റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. നമ്മുടെ എനിക്കൊന്ന് നോട്ടിനകത്ത് 4 സ്റ്റെപ്പ് അങ്ങാണ്ടേ ഉള്ളൂ. 4 സ്റ്റെപ്പ് എഴുതിയാൽ മതി, 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടും. അത്രയും സിമ്പിളായിട്ട് അവിടത്തേക്ക് കേട്ടോ. അന്നേരം അത് വേ ഒപ്റ്റിക്സ് ആണ്. അത് 4മത്തത് റേ ഒപ്റ്റിക്സിനകത്ത് തന്നെയാണ്. 4 മാർക്ക് 5 മാർക്ക് ചോദിക്കാം. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം n2 - n1/r = n2/v - n1/u. അതാണ് റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ്, അത് വെച്ചുകൊണ്ട് പഠിക്കുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. രണ്ട് essay ആണ്. അന്നേരം 2 ഒരുമിച്ച് പഠിക്കേണ്ടതുമാണ്. അന്നേരം ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കുമ്പോൾ നിങ്ങൾ 1/v - 1/u = 1/f എന്നുള്ളത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. അത് റേ ഒപ്റ്റിക്സ് ആണ്. അടുത്ത ഡിറൈവ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈൻ. അത് 2ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആക്സിയൽ ലൈൻ മാത്രം ചോദിക്കാം, ഡിറൈവ് ചെയ്യാനും ചോദിക്കാം. ഇക്വിറ്റോറിയൽ ലൈൻ മാത്രമായിട്ട് ചോദിക്കാം. അത് ഇതിനകത്താണ്, ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അത് കഴിഞ്ഞിട്ട് LCR സർക്യൂട്ട്. AC-ക്കകത്തെ അതിൻ്റെ കൂട്ടുന്നത് നിങ്ങൾ ഒരെണ്ണോട് അങ്ങ് പഠിച്ച നല്ലതാണ്. AC ജനറേറ്റർ വർക്കിംഗ് അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പല ആംഗിളിൽ, θ = 0, 90, 180, 270, 360 ഇങ്ങനെ കറങ്ങി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് AC-യുടെ പടമൊക്കെ വരയ്ക്കുന്ന സാധനം. അതുകൂടെ കൊണ്ട് LCR സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് essay ആണ്. AC ജനറേറ്ററിൻ്റെ വർക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ബയോട്ട്-സാവാർട്ട്സ് ലോ, 4മത്തെ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനകത്ത് ബയോട്ട്-സാവാർട്ട്സ് ലോ. അതിനകത്ത് സർക്കുലർ ലൂപ്പ് ക്യാരിങ് കറണ്ട് essay ആണ്. 4 മാർക്ക് 5 മാർക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് ആദ്യം പടം വരയ്ക്കണം, നിർബന്ധമാണ്. essayക്കെല്ലാം പടം വരയ്ക്കേണ്ടിടത്തെല്ലാം പടം വരച്ചിരിക്കണം. ഓക്കെ, 4 മാർക്കിന് 5 മാർക്കിൻ്റെ പടം വേണം നിർബന്ധമായിട്ടും. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം അതിൻ്റെ ഒബ്ജക്റ്റ് എവിടെയാണ് വെക്കേണ്ടത്, ഇമേജ് എവിടെയാണ് കിട്ടേണ്ടത്, നേച്ചർ ഓഫ് ദി ഇമേജ്, ആംഗുലർ മാഗ്നിഫിക്കേഷൻ, യൂസസ് ഉണ്ടെങ്കിൽ യൂസസ്, ലിമിറ്റേഷൻസ്. ഇത് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും വ്യക്തമായിട്ട് വേണം. ഓക്കെ, അത് ഏത് ചാപ്റ്ററാണ്? റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്.
റെക്ടിഫയർ, സെമി കണ്ടക്ടേഴ്സിന് ചോദിക്കാവുന്ന ഒരു നല്ലൊരു ചോദ്യമാണ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയർ. അതിനോടൊപ്പം നിങ്ങൾ ഇതുകൂടെ പഠിച്ചാൽ നല്ലതാണ്, ബയാസിങ്, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്. അതിൻ്റെ പ്രത്യേകതയോടെ പഠിച്ചാൽ നന്നായിരിക്കും. പിന്നെ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. റെക്ടിഫയർ എന്താണെന്ന് ചോദിച്ചാൽ റെക്ടിഫയർ എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നും, ഹാഫ് വേവ് റെക്ടിഫയർ ചോദിച്ചാൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമും ഗ്രാഫും പഠിച്ചിരിക്കുന്നത് നന്നായി, നല്ല പഠിച്ചിരിക്കണം. ഫുൾ വേവ് റെക്ടിഫയർ ഇങ്ങനെ തന്നെ പഠിക്കണം. അത് സെമി കണ്ടക്ടേഴ്സിനകത്തെയാണ്. അടുത്ത കിർച്ചോഫ് ലോ, വീൻസ്റ്റൺ ബ്രിഡ്ജ്, ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏത് ചാപ്റ്ററിനകത്തെയാണ്? നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്താണ്. കിർച്ചോഫ് ലോയ്ക്ക് 2 ലോ ഉണ്ട്. ഒന്ന് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂള്, മെഷ് റൂള്. ആദ്യത്തത് ജംഗ്ഷൻ റൂള്, രണ്ടാമത്തത് മെഷ് റൂള്. എന്നാൽ ഈ രണ്ട് കിർച്ചോഫിൻ്റെ ലോയും പഠിക്കണം. വീൻസ്റ്റൺ ബ്രിഡ്ജ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. P/Q = R/S. അന്നേരം 10 ക്വസ്റ്റ്യൻ. ഇനി ഒരു 5 എണ്ണോടെ. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. എന്താണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം? ക്ലോസ് ഇൻലെൽ μ0 B.dl, ക്ലോസ് ഇൻലെൽ B.dl = μ0 I. അത് നിങ്ങൾ ആ തിയറം വൃത്തിയായിട്ട് പഠിക്കണം. ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും സോളിനോയിഡും അതിൻ്റെ 2 ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസിനകത്തെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, C/ε0 A/d, ഈ C/ε0 Ka/d, ഈ 2 ഡെറിവേഷൻ 2 ഇക്വേഷൻ വരുന്ന വരെ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഡിറൈവ് പവർ ഫാക്ടർ ആൻഡ് ഇംപിഡൻസ്. പവർ ഫാക്ടറിൻ്റെയും ഇംപിഡൻസിൻ്റെയും, ഇംപിഡൻസ് പഠിക്കുമ്പോൾ ഇംപിഡൻസ് ട്രയാങ്കിളൂടെ അങ്ങ് പഠിച്ചേക്കണം. ഇംപിഡൻസ് ട്രയാങ്കിൾ, ഒരു ഇംപിഡൻസിൻ്റെ ട്രയാങ്കിളൊക്കെ ഒന്ന് വരച്ചിട്ട് അതിന് Z √R² + X² എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നോട്ടിനകത്തൊക്കെ അത് പക്കയാണ്. പിന്നെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് പാരൽ, നമ്മൾ നിസ്സാരമായിട്ട് വരുന്നത്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/CC 1/C1 + 1/C2 + 1/C3, CC C1 + C2 + C3, അത് 2 ഡെറിവേഷൻ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, U = ½ Li02 എന്ന് പറയുന്ന ടോപ്പിക്. അതിനകത്ത് വേണമെങ്കിൽ മോഷണൽ EMF കൂടെ പഠിക്കാം. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചാൽ ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇടാതെ ഒരു പബ്ലിക് എക്സാം യാതൊരു ചാൻസും ഇല്ല. യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു അധ്യാപകനാണ്, നമുക്കറിയാം ഏകദേശം ഒരു, നമ്മൾ ദൈവം ഒന്നും അല്ല എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഏകദേശം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യും. ഈ പറഞ്ഞാൽ 25 മുതൽ 30 മാർക്ക് വരെ സ്കോർ ചെയ്യാം, ഉറപ്പാണ്. അന്നേരം ഇതിൻ്റെ എല്ലാം ആൻസേഴ്സും നമ്മൾ നോട്ട്സിനകത്തുകൊണ്ട് അല്ലാതെ പറഞ്ഞു പോകുന്നതുകൊണ്ട്, അന്നേരം നിങ്ങൾ നന്നായിട്ട് കണ്ടുപിടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ഉറപ്പിച്ച് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസും എല്ലാം അങ്ങനെയുള്ള വീഡിയോസേ നമ്മൾ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നു, സിമ്പിളായിട്ട് കണ്ട് പഠിച്ചങ്ങ് പോയാൽ മതി. അന്നേരം വാട്സപ്പ് ഗ്രൂപ്പിൽ, ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്, അതിനകത്തോട്ട് കയറുക, നോട്ട്സ് വഹിച്ച് പഠിക്കുക. ഇന്നലെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ 2 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും കണ്ടിട്ട് പോവുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അന്നേരം ഇതൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ച് നല്ല ഗംഭീര മാർക്ക് പഠിക്കുക. അന്നേരം നെവർ എവർ ഗിവ് അപ്പ്.